ഹമാസിനും അവർക്കൊപ്പം നിൽക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഇറാനുമെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും? അമേരിക്കയിൽ ട്രംപ് അധികാരമുറപ്പിച്ചതിന് പിന്നാലെ ലോകം ചർച്ച ചെയ്തത് ഇതാണ്. കർശന നിലപാടുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ട്രംപ് നിലപാട് മാറ്റുകയാണ് ചെയ്തത്. രാഷ്ട്രീയക്കാരനിൽ ഉപരി ട്രംപിലെ ബിസിനസ്സുകാരന്റെ കൂർമ്മബുദ്ധിയാണ് രണ്ടാമൂഴത്തിൽ ട്രംപിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ് സിഇഒ ഇലോൺ മസ്കാണ്. ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമയാണ് മസ്ക്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇലോൺ മസ്കിനെ പോലെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല, ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ ട്രംപിനു പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട്. താൻ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. യുക്രൈന് ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണമെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് യുക്രൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതോടെ യുക്രൈൻ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അമേരിക്ക എതിരായാൽ ജൂതനായ സെലൻസിക്ക് ഇസ്രയേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും. യുക്രൈന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു. റഷ്യ പുതിയ ആണവ മിസൈൽ പരീക്ഷണം കൂടി നടത്തിയതോടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചിരുന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണ്. അമേരിക്ക യുക്രൈനുള്ള സഹായം നിർത്തിയാൽ ആ നിമിഷം മറ്റു സഖ്യരാജ്യങ്ങളും യുക്രൈനെ കൈവിടും. കലിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലംകൈയായ ഇലോൺ മസ്കും ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ 10-നാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമമായാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് മസ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ചർച്ചയെ പോസിറ്റീവായി നീക്കണമെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പ്രതികരിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ ആദ്യ ഭരണകാലത്താണ് ട്രംപ് 2015-ലെ ഇറാൻ ആണവ കരാർ വലിച്ചു കീറുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നത്. 2020 ജനുവരിയിൽ ഇറാഖിലൊരു ഡ്രോൺ ആക്രമണത്തിനും അദ്ദേഹം ഉത്തരവിട്ടു. ഈ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ചായിരുന്നു ഈ പ്രതികാരം. ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായി. ട്രംപ് ഉൾപ്പെടെ ഖാസിം സുലൈമാനിയെ വധിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വധിക്കാൻ ഇറാൻ ചാവേറുകളെ ഇറക്കിയതായി CIA മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന് നേരെ നിരവധി വധശ്രമങ്ങളുണ്ടായത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ ഇറാനല്ല ഇപ്പോൾ ഉള്ളതെന്ന നല്ല ബോധ്യം ട്രംപിനും മസ്കിനുമുണ്ട്. റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ സഖ്യം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും വളരെ ശക്തമായി രൂപപ്പെട്ടത് അടുത്തിടെയാണ്. ചൈനയും ഇറാനുമായി ഏറ്റവും ശക്തമായ ബന്ധമാണ് നിലനിർത്തിപ്പോരുന്നത്. ഇതിനു പുറമെ 57 അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഇറാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനും സൗദിയും എന്നും പരസ്പരം പോരടിക്കണമെന്ന അമേരിക്കൻ അജണ്ട പൊളിച്ചുകൊടുത്തത് ചൈനയാണ്. സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയെ ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട്. അധികാരമേൽക്കാൻ പോകുന്ന ട്രംപ് നിരവധി വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോട്ട് വെച്ച പ്രധാന ആശയമാണ് താൻ അധികാരത്തിൽ വന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നത്. അത് 100% പാലിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. അതിൽ കൂട്ടാളിയായി ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് ഇലോൺ മസ്കിനെ സമാധാനദൂതനായി പലയിടത്തും അയച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. US ക്യാബിനറ്റിലേക്കും ടെസ്ല CEO ഇലോൺ മസ്കിനെ നിയോഗിച്ചതും വലിയ വാർത്തയായിരുന്നു. ട്രംപ് ക്യാബിനറ്റിലെ സുപ്രധാന ചുമതല ഇലോൺ മസ്കിന് നൽകുകയായിരുന്നു. ഇനി അടുത്ത 4 വർഷം ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് മസ്ക് ആയിരിക്കും നയിക്കുന്നത്. രണ്ടാമൂഴത്തിൽ ട്രംപിന്റെ തുറുപ്പുചീട്ട് മസ്ക് ആയിരിക്കുമെന്നും വ്യക്തമാണ്.